ഹലോ ഗൈസ്, എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലാണ്. അപ്പോൾ സായി ബാംഗ്ലൂർ പോയപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലേക്ക് വന്നതാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ കുറച്ച് മേക്കപ്പ് പ്രോഡക്ട്സ് റിവ്യൂസ് തുടങ്ങാൻ വേണ്ടിയുള്ള ഇതൊരു ഇൻട്രോ ആണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് മേക്കപ്പ് റിവ്യൂസ് ഒന്നും ഞാൻ ചെയ്യണില്ല, പക്ഷേ ഞാൻ ഇതൊരു ഇൻട്രോ പോലെയാണ് കൊടുക്കുന്നത് എൻ്റെ യൂട്യൂബ് ചാനലിൽ ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ എൻ്റെ ഡ്രസ്സും മേക്കപ്പ് സാധനങ്ങളൊക്കെ നോക്കരുത്, കാരണം ഞാനിപ്പോൾ വീട്ടിലാണ്. വീട്ടിൽ നിന്ന് ഡ്രസ്സും കോലമൊക്കെയാണ്. ഞാൻ വളരെ ദയനീയ അവസ്ഥയിലാണ് വീട്ടിലൊക്കെ ഇരിക്കാറ്. എനിക്കങ്ങനെ വാരി വലിച്ചിടാനോ അങ്ങനെ ചെയ്യാനൊന്നും ഇഷ്ടമില്ല. കട്ടാക്കല്ലേ. ഇത് എൻ്റെ സ്വന്തം അമ്മാണ്ടിയാണ്. എൻ്റെ ബ്രദറിൻ്റെ മോള് ഭയങ്കര പിടിവാശിയാണ്, വാശിക്കാരിയാണ്. എന്നെ വീഡിയോ എടുക്കാൻ സമ്മതിക്കില്ല. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ വെച്ചിരിക്കുന്നത്. നിക്ക് എനിക്ക് തൊടരുത്. കട്ടാക്കി ഞാൻ മിണ്ടില്ല. എന്റെ പോവും എന്റെ പോട്ടോ. മോൻ കാണില്ല. നേരെ നിക്ക്. കൈ നോക്കട്ടെ. ദൂരം നല്ല ഭംഗിയുള്ളൂ. പക്ഷെ എന്റെ കയ്യിൽ ബ്ലൂടൂത്തിന്റെ മറ്റേ ഡിവൈസ് ഉള്ളത് ഈ പെണ്ണിനെ അറിയില്ല, അതുകൊണ്ട് ഞാൻ വീണ്ടും ഓണാക്കി. അപ്പോൾ ഗൈസ്, അപ്പോൾ ഞാൻ എന്താ ചെയ്യാൻ ഉദ്ദേശിച്ചത്, എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ റീൽസ് ആയിട്ട് എൻ്റെ മേക്കപ്പ് പ്രോഡക്ട്സ്, അപ്പോൾ ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ കുറച്ച് റീൽസ് ഇടാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഞാൻ പുറത്താ കൂട്ടാ റൂമിന്ന് അപ്പൊ എന്റെ മടിയിലിരിക്കും, എന്നാലേ കാണുള്ളൂ. എന്തിനാ കട്ടാക്കിട്ട് വീണ്ടും വീണ്ടും ഓണാക്കണെന്നാല് ശരിയാവാൻ വേണ്ടിട്ടാണ്. ഇപ്പൊ മനസ്സിലായില്ലേ എന്താണ് ഇവിടെ നടക്കണെന്നുള്ളത്? കണ്ടോ? അപ്പൊ ഗൈസ്, അപ്പൊ എന്താന്ന് വെച്ചാല് കഴിഞ്ഞോ? അപ്പൊ എന്താ പറയാ, അപ്പൊ ഞാനിത് വീഡിയോ എടുക്കുന്നത് സെൽഫി ക്യാമറയിലാണ്. അതുകൊണ്ടാണ് ഇവൾക്ക് ഇങ്ങനെ തൊട്ട് മാറ്റാനൊക്കെ പറ്റുന്നത്. പിന്നെ ഞാനൊരു സാധനം വാങ്ങിയിട്ടുണ്ട്. എൻ്റെ പ്രൊഡക്ട്സിന്റെ സാധനം ഞാൻ കാണിച്ചത്. ഞാൻ പുതിയതായിട്ട് വാങ്ങിയ സാധനമാണിത്, ട്രൈപോഡ്. ഇതാണ് എൻ്റെ ട്രൈപോഡ്, പുതിയ ട്രൈപോഡാണ് ഞാൻ വാങ്ങിയിരിക്കുന്നത്. ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് ഇടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഇത് ലൈറ്റ്, ഈ ലൈറ്റ് ഇതവിടെ ഇതിൻ്റെ മുകളിൽ വെച്ചിട്ടുണ്ട്. ഈ ലൈറ്റാണ് ഞാൻ വാങ്ങിയിരിക്കുന്നത്. ഇത് രണ്ടും കൂടി കൂടിയിട്ട് 2000 രൂപയായി. 2000 bucks ആയിരിക്കുന്നുണ്ട്. ഇത് ബ്രാൻഡൊന്നും ഇല്ല, ചൈനീസ് പ്രൊഡക്റ്റ് ആണ്. എപ്പോൾ വേണമെങ്കിലും ഡാമേജ് ആവാം, അതുകൊണ്ട് ശ്രദ്ധിച്ച് വേണം യൂസ് ചെയ്യാൻ. ഇത് വാങ്ങിയിട്ട് കുറച്ച് ദിവസമായി, ചെയ്യാൻ പറ്റിയിട്ടില്ല. ഞാൻ ആക്കി പറയുന്ന മിണ്ടാതിരിക്കോ? ഷട്ടപ്പ്. ഓക്കെ. അപ്പോ എൻ്റെ അപ്പോൾ നമ്മൾ ഇതാണ് ഇപ്പോൾ എൻ്റെ പ്രൊഡക്ട്സ്. ഇത് വെച്ചിട്ടാണ് ഞാൻ ഇനി വീഡിയോസ് എടുക്കാൻ പോകുന്നത്. ഇൻസ്റ്റാഗ്രാമിൽ റീൽസിൽ ഇടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. എനിക്ക് ഞാൻ എന്താണെന്ന് വെച്ചാൽ ഷോർട്സ് ആയിട്ട് ഇടാം, ഇൻസ്റ്റയിൽ ഇടാം. കാരണം എനിക്കത് എൻ്റെ പ്രൊഡക്ട്സ് വാങ്ങിയ റിവ്യൂസ് എനിക്ക് ഹോണസ്റ്റ് ഞാൻ ഈ കുട്ടീനെ ഒന്ന് പുറത്തേക്ക് ഇട്ട് വരാം. കട്ടാക്കിട്ടത് സോറി, ഇത് എക്സ്പോഷർ കൂട്ടിയിട്ട് വെച്ചിരിക്കുന്നത്. എന്താ വെച്ചാൽ കട്ടാക്കി ഞാൻ പുറത്താക്കും. അപ്പൊ ഇന്നെ കാണില്ല, ബാക്കിൽ ഇന്നലെ കാണുള്ളൂ. അങ്ങനെ ഓക്കെ. അപ്പോൾ സോറി, ഈ വീഡിയോസ് കുറെ കട്ടിങ് വരും, കാരണം ഇങ്ങനെ കട്ട് ചെയ്തിട്ട് പോവാണ് അമ്മാൻ്റെ. എന്നിട്ട് അപ്പോൾ ഇതിപ്പോൾ അപ്പോൾ പറയുന്നത് കുറേ നേരമായി. എന്തായാലും ഞാൻ എൻ്റെ വീഡിയോസ് തുടങ്ങാൻ പോവാണ്. എനിക്ക് ഒരു ടൈം പാസിന് പോലെ ഞാൻ ചെയ്യാൻ പോവാണ്. ഇൻസ്റ്റയിലിടും, ഷോർട്സിലിടും. ഞാൻ എൻ്റെ മേക്കപ്പ് പ്രൊഡക്ട്സിൻ്റെ റിവ്യൂസ്, ഡ്രസ്സ് വാങ്ങിയതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ ഇടും. ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. ആ കണ്ണു കൂട്ടിലൊന്നുമില്ല, ഓഫാക്കാനല്ലേ?
അപ്പോൾ ഞാൻ എന്തായാലും എൻ്റെ മൈക്രോ പ്രോഡക്ട്സിൻ്റെ റിവ്യൂസ്, ഡ്രസ്സ്, അതിൻ്റെ റിവ്യൂസ്, പിന്നെ എൻ്റെ ലൈഫ് കെയർ ഐറ്റംസ്, ലൈഫ് സ്റ്റൈൽ ഐറ്റംസ്, ലൈഫ് കെയർ സാധനങ്ങളൊക്കെ വേണം. അതൊക്കെ കണ്ണുപൂട്ടില്ല. അപ്പോൾ ഇഗ്നോർ ദിസ് ബേബി. ആ ശരി, അത് വിട് വിട്. ഇതാണ് എനിക്ക് കിട്ടിയ ഉപദ്രവം. കണ്ടോ കണ്ടോ കണ്ടോ, വരുന്നുണ്ടോ വരുന്നുണ്ടോ? ഇങ്ങോട്ട് കയറിക്ക്, ആൾക്കാർ കാണട്ടെ. ഇങ്ങോട്ട് കയറി, ഇങ്ങോട്ട് കയറി കാണട്ടെ. അമ്മാൻ്റെ എല്ലാവരും കാണട്ടെ. ഇങ്ങോട്ടാ കണ്ണ് കൂട്ടാ, ഇങ്ങോട്ട് ഇങ്ങോട്ട് വരാം. ആ ചൂടുണ്ടാവും, വീഡിയോ എടുക്കുമ്പോ ചൂടുണ്ടാവില്ലേ? ഞാൻ പോവാ. അപ്പൊ രാജാന്റെ ഫോണിക്ക് മാവടാൻ പോവാനിട്ടോ. അപ്പൊ നമ്മൾ ഇടാൻ പോവാ. ആ ബാ. അപ്പൊ ഗൈസ്, ഞാൻ അതിൻ്റെ ഇടയിൽ കുറച്ച് മാങ്ങ ഉണ്ടായിരുന്നു അല്ലേ? ഇതാ ഇങ്ങോട്ട് വാ, ക്യാമറയിൽ കാണട്ടെ. ആ കണ്ടോ, ഇത് അമ്മാൻ്റെക്ക് ഇഷ്ടമല്ല, കാരണം അതിൽ മുളകൊക്കെ ഇട്ടുണ്ട് അല്ലേ? മുളകും ഉപ്പും കുരുമുളകും ഇട്ട മാങ്ങയാണ്, പഴുത്ത മാങ്ങ. ഞാൻ ഈ ലൈറ്റ് തരില്ല. അപ്പൊ ഞാൻ പറഞ്ഞ പോലെ ഞാൻ മേക്കപ്പ് റിവ്യൂസ്, പ്രൊഡക്ട്സ്, ലൈഫ് സ്റ്റൈൽ ഐറ്റംസ്, ലൈഫ് കെയർ ഐറ്റംസ് ഒക്കെ ഞാൻ എൻ്റെ റിവ്യൂ ആയിട്ടുള്ളതായിരിക്കും, ഓണസ്റ്റ് റിവ്യൂസ് ആയിരിക്കും. അപ്പോൾ ഇതിപ്പോൾ ജസ്റ്റ് ഞാനൊരു ഇൻട്രോ പോലെ എടുക്കുകയാണ്. എന്താ പറയുക, യൂട്യൂബിൽ ജസ്റ്റ് ഒരു വീഡിയോ ആക്കി വ്ളോഗാക്കി ഇടാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇൻസ്റ്റയിൽ റീൽസ് ആക്കി ഇടും. അതേപോലെ ഞാൻ യൂട്യൂബ് ഷോർട്സും ഒക്കെ ഇടും, ഇടും. അപ്പോൾ ഞാൻ മെയിനായിട്ട് എൻ്റെ എന്താ റീസൺ ഞാൻ പറഞ്ഞില്ല. ഞാൻ തുടങ്ങാനുള്ള റീസൺ എന്താണെന്ന് വെച്ചാൽ, ഞാൻ കുറേ മേക്കപ്പ് പ്രൊഡക്ട്സ് വാങ്ങാറുണ്ട്, സത്യമായിട്ടും കുറേ വാങ്ങാറുണ്ട്, വെറുതെ പൈസ ചിലവാക്കാറുണ്ട്. സായി തന്നെ എന്നോട് പറഞ്ഞത്, എന്നാൽ ഈ എത്ര വാങ്ങുന്നുണ്ട്, വല്ല ഉപകാരം ഉണ്ടാവട്ടെ, നീ സ്വന്തമായിട്ട് റിവ്യൂ ഇട്, ഓരോ പ്രൊഡക്ട്സിൻ്റെ റിവ്യൂ ഇട്, ഓരോ ദിവസം ഓരോന്ന് ഇട്ടാൽ പോരെ, ഇട്ടുകൂടെ എന്ന് ചോദിച്ചു. അപ്പോഴാണ് എനിക്ക് തോന്നുന്നത് ശരി, അതൊക്കെ ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചു. അതുകൊണ്ടാണ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നോക്കാം എങ്ങനെ ഉണ്ടാവും എന്നുള്ളത്. എൻ്റെ സ്കിന്നിന് പറ്റിയ സാധനങ്ങളാണ്. ഞാൻ സ്കിന്നിന് എന്തെങ്കിലും ചെയ്തു. ഇത് ഇപ്പം ഇത്രയും കുറച്ച് തെളിച്ചം വരുന്നത് എൻ്റെ ഈ ലൈറ്റ് കൊണ്ടാട്ടോ. ഈ ലൈറ്റ് വാങ്ങിയതിൻ്റെയാണ്. എല്ലാത്തിൻ്റെയും കണക്ഷൻ ഈ ലൈറ്റാണ്. ഈ ലൈറ്റ് നിങ്ങൾ ഇത് ഫിറ്റ് ഗിയർ എന്നാട്ടോ. ഇത് ഫിറ്റ് ഗിയർ, ഇത് തിരിച്ചിട്ടാണ് നിങ്ങൾക്ക് മനസ്സിലാവില്ല. ഫിറ്റ് ഗിയർ പറഞ്ഞൊരു ബ്രാൻഡാണ്. ഇത് ഞങ്ങൾ വാങ്ങിയത് തിരൂർ ഗൾഫ് മാർക്കറ്റിലാണ്. ഈ ലൈറ്റാണ് വെച്ചിരിക്കുന്നത്. ഇതിൽ പല ലൈറ്റും ഉണ്ട്, പല തരത്തിലുള്ള ലൈറ്റ് ഉണ്ട്. മീൻസ് റെഡ്, ഗ്രീന്, ബ്ലൂ അങ്ങനെ കുറേ ഉണ്ട്. പിന്നെ ഇതാണ് എൻ്റെ ട്രൈപോഡ്, സെൽഫി സ്റ്റിക്ക് ഉണ്ടോ. ഇതാണ് ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ ഇത് ഒറ്റയ്ക്കാണ് വെച്ചത്. ഞാനിത് വാങ്ങിയിട്ട് 2 ആഴ്ചയായി. എനിക്ക് വെക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല, എനിക്ക് അറിയണ്ടായിരുന്നില്ല. പക്ഷേ ഇന്ന് ഞാൻ വീട്ടിൽ വന്നപ്പോൾ കൊണ്ടുവന്നിട്ട് വെക്കാൻ നോക്കി, വെച്ചു, സക്സസ് ആയി. അപ്പോൾ ഇത് പക്ഷേ ഫ്രണ്ട് ക്യാമറയിലാണ്, ബാക്ക് ക്യാമറ വെച്ചിട്ടാണ് ചെയ്യുന്നതാണ് എൻ്റെ ആഗ്രഹം. പക്ഷേ ഫ്രണ്ട് ക്യാമറയിലാകുമ്പോൾ ഞാൻ ഏത് ക്യാമറയ്ക്കാണ് നോക്കണമെന്ന് എനിക്ക് മനസ്സിലാവില്ല. ഈ ക്യാമറയാണോ അതോ ഞാൻ എൻ്റെ മുഖത്തേക്കാണോ നോക്കണമെന്നുള്ള ചിലപ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാവും. അപ്പോൾ പിന്നെ ഇതെൻ്റെ വീട്ടിലെ കോലമാണ്. ഇതൊന്നും എല്ലാവരും ഇഗ്നോർ ചെയ്യണം. എൻ്റെ സ്റ്റാർട്ടിങ് ആയതുകൊണ്ട് ഇനി അങ്ങനെയൊക്കെ ഉണ്ടാവും. പിന്നെ എന്താ പറയുക, അപ്പോൾ ഞാൻ വീഡിയോ ഇടാൻ തുടങ്ങുകയാണ്. ഇപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നെങ്കിൽ സപ്പോർട്ട് ചെയ്യുക, അത്രേ ഉള്ളൂ. നിങ്ങൾക്ക് എൻ്റെ ഒരു ജെന്യൂൻ റിവ്യൂ പറയാൻ വേണ്ടിയിട്ട് മാത്രമാണ്, അല്ലാതെ വേറെ ഒന്നുമല്ല. ഒരു പ്രൊമോഷനോ ബ്രാൻഡിൻ്റെ കാര്യങ്ങളൊന്നും വേണ്ടിയിട്ടല്ല. ഞാൻ നല്ലതാണെങ്കിൽ ഞാൻ എന്തായാലും മെൻഷൻ ചെയ്യും. എൻ്റെ സ്കിന്നിനെ എനിക്ക് സൂട്ടബിളായി തോന്നിക്കഴിഞ്ഞാൽ അതൊക്കെ ഞാൻ പറയുന്നതായിരിക്കും, അത്രേ ഉള്ളൂ. ഹോണസ്റ്റ് റിവ്യൂസ്. കുത്തല്ലേ അപ്പോൾ ഇത് കാണുക, യൂട്യൂബിൽ നോക്കുക, ഇൻസ്റ്റയിൽ നോക്കുക. എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുമെന്ന് വിചാരിക്കണം. സ്നേഹ 16 നായർ എന്നാണ്, സ്നേഹ ആർ നായർ. അപ്പോൾ അതാണ് എൻ്റെ പ്രൊഫൈല്. ഇവിടെ മിസ്സിസ് വോൾഫ് 10K സബ്ബൊക്കെ ഉണ്ട്. ആ ഓക്കെ, വെള്ളം കുടിക്കും പോട്ടെ. അച്ഛമ്മയോട് ചോദിക്കൂ. അപ്പോൾ
ഒരു മിനിറ്റ്. അപ്പോൾ ഇത് വെച്ചിട്ടാണ് ഞാൻ ഓണാക്കിയിരിക്കുന്നത്. ഇത് നമ്മുടെ ബ്ലൂടൂത്ത് ഡിവൈസ് ഓണാക്കിയിട്ടുണ്ട്. ട്രൈപോഡിലുണ്ടായിരുന്നതാണ്. ഞാൻ പറഞ്ഞ പോലെ ഇത് രണ്ടും കൂടി 2000 രൂപയുണ്ട്. തിരൂർ ഗൾഫ് മാർക്കറ്റിൽ നിന്നാണ് മേടിച്ചത്. ഓൺലൈനായിട്ട് വാങ്ങാൻ വിചാരിച്ചു, പക്ഷേ അത് സക്സസ് ആവുമെന്ന് തോന്നിയില്ല. അതുകൊണ്ടാണ് അവളുടെ ഇവിടെ മറ്റേ മാങ്ങ തേച്ചൻ്റെ ഒരു റെഡ് കളർ ഉണ്ട്, എരിവുണ്ട്, അത് കഴിച്ചിട്ട് മുറിയാണ് വാവുകയാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു അല്ലേ. കഴിക്കേണ്ട എരിവുണ്ടാവും. അപ്പോൾ പിന്നെ ക്യാമറയ്ക്ക് ഏത് ക്യാമറയ്ക്കാണ് നോക്കുന്നത് എനിക്കറിയില്ല. ഞാൻ എൻ്റെ മുഖത്തേക്കാണ് നോക്കുന്നത്, എൻ്റെ മുഖം കുറച്ച് വൃത്തിയുണ്ടോ നോക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുക, വീഡിയോസ് കാണുക, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാണെങ്കിൽ കമൻറ്റ് ചെയ്യുക, എന്താ നോക്കുക, അഭിപ്രായം നോക്കുക. ജെനുവിനായിട്ട് റിവ്യൂ ആണ് പറയുന്നതുകൊണ്ട് തന്നെ നിങ്ങളുടെ സ്കിന്നിൻ്റെ ചിലപ്പോൾ ഇതിപ്പോൾ ഞാൻ പറയുന്നത് വെച്ചത് എൻ്റെ സ്കിന്നിന് പറ്റുന്നതാവില്ല, നിങ്ങളുടെ സ്കിന്നിന് അത് വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ സ്കിന്നിനനുസരിച്ച് വ്യത്യാസം ഉണ്ടാവും എന്തായാലും. പിന്നെ എനിക്കിങ്ങനെ അറിയില്ല, എൻ്റെ ഈ കളർ ഒരു ഗ്രീൻ കളറാണ്. ഇതിന് എന്ത് സ്കിൻ ടോണാണ് പറയുന്നത്, എന്തോ വാം സ്കിൻ ടോണോ അങ്ങനെ എന്തൊക്കെ പറയും തോന്നുന്നുണ്ട്, എനിക്കറിയില്ല. അത് നോക്കിയിട്ട് വേണം എനിക്ക് പഠിക്കാൻ. ഞാനൊരു എക്സ്പെർട്ട് ആവാനോ ഒന്നുമല്ല, ഞാൻ എൻ്റെ സ്വന്തം ഒരു ജെനുവിൻ റിവ്യൂസ് മാത്രം ഇടാൻ വേണ്ടിയിട്ടൊരു സാധനം ഇടുകയാണ്. കാരണം ഞാൻ പറഞ്ഞില്ല കുറേ പ്രൊഡക്ട്സ് വാങ്ങിയിട്ട് വെറുതെ ഇട്ടൂടെ എന്ന് ചോദിച്ചപ്പോൾ എനിക്കൊരു തോന്നിയതാണ് ഇടാൻ വേണ്ടിയിട്ട്. പിന്നെ എനിക്ക് കഴിവുകളൊന്നുമില്ല, എനിക്ക് ഡാൻസ് കളിക്കാറില്ല, പാട്ട് കളിക്കാൻ പാട്ട് പാടാറില്ല. മാർക്കടോ ഹലോ എനിക്ക് ഡാൻസ് കളിക്കാറില്ല, പാട്ട് പാടാറില്ല, പിന്നെ അഭിനയിക്കാൻ വലിയ പ്രത്യേകിച്ചൊന്നും അറിയൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഇങ്ങനത്തെ ആകെ സംസാരിക്കാൻ അറിയിച്ചില്ല. അന്ന് സായി ബിഗ് ബോസിലായപ്പോൾ ഞാൻ സ്വന്തമായിട്ട് വീഡിയോ എടുത്ത് പഠിച്ചു. ആ സാധനം എൻ്റെ ഒരു മുതൽക്കൂട്ടാണ്. അതുകൊണ്ടാണ് ഞാനിത് തുടങ്ങാമെന്ന് വിചാരിച്ചത്. പോരായ്മകളുണ്ടെങ്കിൽ പറയാ. ഇത് കണ്ടപ്പോൾ അമ്മാൻ്റെ കണ്ണിലും പുരികത്തിലും ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷെ അവൾക്ക് ഇടേണ്ട ആവശ്യമൊന്നുമില്ല. ഇവിടെ വാ കാണിച്ചാ, അവിടെ നോക്ക്, കണ്ടോ, അവൾക്ക് നല്ല പുരികുണ്ട്, കണ്ണു എഴുതിയിട്ടുണ്ട് രാവിലെ. പിന്നെ എന്ത് കുന്തത്തിനാണ് തേക്കുന്നത്? കരയില്ല, അഭിനയിക്കില്ല. എനിക്കാണെങ്കിൽ എൻ്റെ പുരികല്ല, പക്ഷെ ഞാൻ ഈ പുരിക എഴുതി കേട്ടോ. എനിക്ക് പുരിക എഴുതാൻ ഞാൻ ഒരു സുഖമില്ല. ഇതൊന്നും എഴുതാറ്. ഇതൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത്. ഇതെൻ്റെ ഐബ്രോ പെൻസിലാണ്, ഐബ്രോ ഡിഫൈനർ. കമോൺ, എന്താ അറിയാം, വരച്ചു സൂപ്പർ ആയില്ലേ, രസല്ലേ? ഇനി അതും കൂടി. 4 വയസ്സൊന്നും ആയിട്ടില്ല പെണ്ണിന്, എന്നിട്ട് ഓള് പൂതിയുണ്ടില്ലേ അടേ. നോക്ക് കണ്ട് വാരീതിയുണ്ടോ? കണ്ട രസല്ലേ? ഓമ്പോ, ഇത് സൂപ്പറായിട്ട് വരച്ചു തന്നത് എൻ്റെ. നല്ല രസല്ലേ? നീ മതിട്ടോ, ഇന്നത്തെ കോട്ട കഴിഞ്ഞു. കാണിച്ചോക്കണം. അത്രേ ഉള്ളൂ എൻ്റെ ഇൻട്രോ വീഡിയോ. ഇനി എന്നെ വീഡിയോ എടുക്കാൻ സമ്മതിക്കില്ല. അതുകൊണ്ട് തന്നെ ഞാൻ പിന്നെ ഒരു ദിവസം വീഴട്ടെ സ്വന്തമായിട്ട് വീണിട്ട് അഭിനയിക്കില്ലേ? സന്ധ്യ തട്ടിയോ, വാ ഞാൻ വിളിഞ്ഞുതരാം. വാ വീണു എന്നൊക്കെ പറയുന്നുണ്ട്. വാ. ഇവിടെ മൈക്കില്ലാത്തതുകൊണ്ട്, സൈഡിൽ തന്നെ മൈക്കില്ലാത്തതുകൊണ്ട് ഫാൻ ഇട്ടിട്ടില്ല, നല്ല ചൂടുണ്ട്. അഭിനയിക്കില്ലേ? പിന്നെ ഇതിൻ്റെ കൂടെയൊക്കെ ഒരു കാര്യം പറയാനുണ്ട്. എൻ്റെ സിസ്റ്ററിൻലോ, അതായത് എൻ്റെ എൻ്റെ ബ്രദറിൻ്റെ വൈഫ്, അമ്മാൻ്റെ അമ്മ ഒരു ജ്വല്ലറി ഷോപ്പ്, മീൻസ് ഓൺലൈൻ ഷോപ്പ് തുടങ്ങിയിട്ടുണ്ട്, UJ ജുവൽസ് എന്ന് പറഞ്ഞിട്ട്. അവർക്ക് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അവർക്ക് നല്ല അടിപൊളി ഐറ്റംസ് ഒക്കെ ഉണ്ട്. ഇനി ഏട്ടത്തി വരുമ്പോൾ ഞാൻ അതിൻ്റെ കുറച്ച് വീഡിയോസ്. പിന്നെ ഇനി പ്രത്യേകിച്ച് ഇൻട്രോന്നുമില്ല. പിന്നെ ഞാൻ പറഞ്ഞ പോലെ എൻ്റെ ഡ്രസ്സ് ഇങ്ങനെയാണ്. ഞാൻ കയ്യിലും കാലിലും കാതിലും ഒന്നും ഇടില്ല. ഇതിന് ഓൾറെഡി ഉള്ളതാണ്, ഞാൻ അതൊന്നും മാറ്റില്ല. ഈ മാലുണ്ട്, പിന്നെ ഞാൻ എൻ്റെ 2 ഐറ്റംസ് കാലുമ വാങ്ങിയിട്ടുണ്ട്, മീൻസി വാങ്ങിയിട്ടുണ്ട്, പാദസരം വാങ്ങിയിട്ടുണ്ട്, ഗോൾഡ്. എന്താ ചെയ്യുക, ഭയങ്കര വികൃതിയാണ്. ഈ വികൃതിയൊക്കെ ഇപ്പം മാറും. അടുത്തേക്ക് സ്കൂളിൽ പോകാൻ നിൽക്കുക. LKG ചേർന്നിരിക്കുകയുണ്ട്. അപ്പോൾ സ്കൂളിൻ്റെ വല്ല കാര്യം പറഞ്ഞാൽ മുണ്ടേ ഇല്ല. വേറെ വല്ല കാര്യം പറഞ്ഞാൽ നല്ല 100 എൻ്റെ കയ്യുമ്പോൾ കടിച്ചു. സ്കൂളിൽ പോവില്ല അടുത്താഴ്ച? പോയില്ലേ? ഇഷ്ട അത് മിണ്ടാട്ടില്ല. അത് പിന്നെ പറഞ്ഞു, ഒരു മിണ്ടാട്ടും ഇല്ല. സ്കൂളിൽ പോകുമ്പോ കാണാം. സ്കൂളിൽ പോ ഇഷ്ട. അപ്പോൾ ഇപ്പം ഞാൻ പറഞ്ഞ പോലെ എൻ്റെ വീഡിയോ ഇടുന്നതായിരിക്കും, ഇൻസ്റ്റയിലുണ്ടാവും. ഞാൻ അപ്പോൾ പറഞ്ഞതിനെ കുറേ പറഞ്ഞുകൊണ്ടിരിക്കാൻ എനിക്കറിയാം. അപ്പോൾ അത്രേ ഉള്ളൂ. ബൈ.